ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്ത് എത്തിക്കുകയാണ്. സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ്. അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ദുരൈ സെന്തിൽ എന്ന് പറഞ്ഞ ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനൊരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു. ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട്. ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ. എന്നാൽ ഐ ടെൽ യു വൈ. ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ ഞാൻ சொல்கிறது புரியுது നമുക്ക്? ഇറ്റ്സ് എ ബിഗ് തിങ്. ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക, എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഫ്രം ദെയർ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഭയങ്കര ഇൻസ്പയറിങ് ലൈഫാണ്. ഞങ്ങൾ ഷൂട്ടിൻ്റെ ഇടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ സാറിനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ആൻഡ് ഇഫ് യു ജസ്റ്റ് ഗോ ബൈ ആ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോൾ ദ വേ ഹി ഈസ്, എന്താ പറയുക, ഒരു സഹനടൻ തൊട്ട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏറ്റവും ഡെലിവറിങ് ബാക്ക് ടു ബാക്ക് സൂപ്പർ ഹിറ്റ്സ്, ഇത്രയും വലിയൊരു സ്റ്റാർ പദവിയിലേക്ക് കയറിയ സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു നടനായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മാമൻ എന്നൊരു സിനിമയുടെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ കഥ സാറിൻ്റെ കൺഗ്രാജുലേഷൻ സാർ. ഇതൊരു വലിയൊരു സ്വിച്ച് ഇതാണ്. ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഇനി പതിയെ പതിയെ വേറെ പല വേഷങ്ങളിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. ഐ ഹാവ് എ ഫീലിംഗ് ദാറ്റ് വ്യക്തിപരമായിട്ട് ഈസ് എ വെരി എന്താ പറയുക, ഹംബിൾ ആൻഡ് ദ മോസ്റ്റ് സ്വീറ്റസ്റ്റ് പേഴ്സൺ ദാറ്റ് ഐ ഹവ് മെറ്റ്. ഈ ക്യാരക്ടർ ഇത്രയും ഭംഗിയായിട്ട് ഇനി വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഐ തിങ്ക് ഉങ്ങളുടെ പേഴ്സണാലിറ്റി ഇൻ ദ ക്യാരക്ടർ കണ്ടിപ്പാக இருக்கும். ആൻഡ് കറക്റ്റ് ആണ് സർ. സോ സിനിമ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞാനൊരു ട്രെയിലറും ഒരു പാട്ടും ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ ഫെൻറ്റാസ്റ്റിക്. സിനിമയിൽ ഐശ്വര്യ ഉണ്ട്, അതുപോലെ സ്വാസിക, ഹേഷാം, നോക്കാൻ പോയാൽ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ എല്ലാവരും ഈ സിനിമയിലുണ്ട്. കേരളത്തിൽ എന്തായാലും ഈ സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിലെ പുറത്തുള്ള ആൾക്കാർ എല്ലാവരും ഈ സിനിമ കാണണം. ബിക്കോസ് നോട്ട് ഓൺലി ഇറ്റ്സ് ജസ്റ്റ് എ തമിഴ് ഫിലിം, ഇറ്റ് ഈസ് ആസ് ഈക്വലി ഈസ് എ മലയാളം ഫിലിം എന്നെ സംബന്ധിച്ച്. ബിക്കോസ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ പല പല ലാംഗ്വേജിൽ അഭിനയിക്കുന്നുണ്ട്. സോ ഈ സിനിമ ഗംഭീര വിജയമാവുമെന്ന് എൻ്റെ വിശ്വാസമുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഇതൊരു ആക്ഷൻ സിനിമ கிடையாது. ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ഭയങ്കരമായൊരു ഫാമിലി ഇമോഷൻസും അതേപോലെ തന്നെ റിലേഷൻഷിപ്പിനെ ടച്ച് ചെയ്യുന്ന നല്ലൊരു കുടുംബ ചിത്രമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഫാമിലീസ് ഡെഫിനറ്റ്ലി യൂത്ത് എല്ലാവരും പോയി കാണണം. ബട്ട് ഐ ഓൾസോ ഫീൽ ദാറ്റ് ഫാമിലി ഓഡിയൻസിന് കൂടുതലും ഈ സിനിമ കണ്ടാൽ കുറച്ചും കൂടി നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കും ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, കുമാർ സാർക്കും, നമ്മുടെ ഗരുഡൻ ടീം, കഴിഞ്ഞ ആഴ്ച ഇവിടെ ടൂറിസ്റ്റ് ഫാമിലി ആയിട്ട് ശശികുമാർ സാർ വന്നായിരുന്നു സാർ. സോ അവർക്കും ഫ്രം കേരള ദേ ഗോട്ട് എ വെരി ഗുഡ് റെസ്പോൺസ് ആൻഡ് ഐ എം വിഷിംഗ് യു ദ സെയിം ഫോർ ദി എൻറ്റയർ ടീം ഓഫ് മാമൻ. ആൻഡ് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ വർഷങ്ങൾക്ക് അപ്പുറത്ത് തമിഴിലൊരു സിനിമ ചെയ്യാൻ പോയപ്പോൾ സാർ ഞാൻ ആഫ്റ്റർ 13 years தான் தமிழில் ஒரு படம் நடித்தேன். I had a great time. Now, I'm willing to looking forward to work with you. Thank you so much for having me here. Ellavida Ashamsagal. And that's my best wishes to Aishwarya also. I'm looking forward to working with you also in Malayalam. And for you also. Yeah, Tamil lo vinekam. Thank you so much. Thank you. Thank you so